ഞങ്ങളുടെ 3rd ഡേ ആണ് കൊച്ചിയിലെ വിഷ്ണുവിൻ്റെ വീട്ടിൽ. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് ട്രിവാൻഡ്രമിൽ. നാളെ ക്രിസ്മസ് ദിവസം അവരും ഞങ്ങളുടെ കൂടെ അവിടെയാണ് ക്രിസ്മസ് ഇത്തവണ. ന്യൂ ഇയർ അവരിവിടെയാണ്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലും. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. സൺകീസ് എൻ്റെ ഫോട്ടോ എടുക്കാൻ വയ്യ, അവിടെ പോയി ചെമ്പത്തിയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്, മൈൻഡ് ചെയ്ത്. ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ വയ്യായിരുന്നു, അപ്പം ഇനിയിപ്പോൾ മൈൻഡ് ആക്കണ്ടല്ലോ. ഓക്കെ, നമ്മളിതാ പോവാൻ പോവാണ്. ഹലോ ഹലോ ലേഡി, ബൈ. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്മയുടെ ഓഫീസിലും പോയിട്ട് അതുവഴി വീട്ടിലോട്ട് പോകും. 2 കാലാണ് വന്നത്, ഒറ്റ കാലാണെങ്കിലും പോകുന്ന 2 കാലാണ്. ഓക്കെ, ഞങ്ങൾ ആദ്യം വിഷ്ണുവിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ഓഫീസിലൊന്ന് പോയിട്ട് അതുവഴിയാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ആ ഓഫീസ് എത്തി. അവിടെ ടിഷ്യൂ കൾച്ചർ, അതേപോലെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു സയൻസ് ബോട്ടണിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ഇഷ്ടമാകുമായിരിക്കും. എങ്ങനെയാണ് ഈ തൈയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അതേപോലെ അവിടുത്തെ ഗാർഡനിൽ മെയിൻ ഓഫീസിലൊക്കെ ഞങ്ങൾ പോയി. ഒരു ബോട്ടണി പഠിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരേണ്ടി വന്നു. ഞങ്ങൾക്ക് വിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ വിരുന്നിനും ഞങ്ങൾ വീട്ടിലല്ല കൂടിയത്, എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലാണ് വിരുന്ന് കൂടിയത് മിക്ക ദിവസവും. അതുകൊണ്ട് പുറത്തു നിന്നായിരുന്നു. പാരഗൺ തന്നെയായിരുന്നു, ലുലു മോളിലെ പാരഗണിലായിരുന്നു മിക്ക ദിവസവും. പാരഗൺ പകുതിയോളം ഞങ്ങളുടെ ഫാമിലി തന്നെ ആയിരുന്നു, ഒരു 30-40 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പില്ലേഴ്സായിട്ട് ഒരുമിച്ചായിരുന്നത്. അവൻ നടുക്ക് കയറി ഇരിക്കാൻ നോക്കി, ഞാൻ സമ്മതിക്കാത്തല്ല, അവള് കരയാറായി, പിന്നെ ഞാൻ മാറിക്കൊടുത്തേണ്. ഇതെന്താ? പലർക്കും പല ടൈമിലാണ് ഫുഡ് കിട്ടിയത്. ആദ്യം മാമിക്കും കുഞ്ഞയ്ക്കും ഒക്കെ ആദ്യമേ ഫുഡ് കിട്ടി. അവരൊക്കെ ആദ്യമേ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഏതാണെന്ന് കൺഫ്യൂഷൻ ആലോചിച്ച് ലാസ്റ്റാണ് കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് ഈ ടൈമിലൊന്നും ഫുഡ് കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും കിട്ടി. എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഫാമിലി വൈസൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഫുഡ് കിട്ടി. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് ഡിസംബർ 24 ഈ വ്ളോഗ് എടുക്കുന്നത്. ഡിസംബർ 25, അതായത് ഉണ്ണിയേശു പറഞ്ഞതിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങളുടെ മാമനും ജനിച്ചത്. അപ്പം ഞങ്ങളൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കേക്ക് അറേഞ്ച് ചെയ്തു. മാമൻ സർപ്രൈസ് ആയില്ലേ? Happy birthday to you. Happy birthday Kutamama. Happy birthday to you. എന്റെ ബോസ് മതിയോ? അയ്യപ്പ ഇങ്ങോട്ടൊരു ഹായ്. നല്ല കേക്കാണ്. കേക്കാണോ ഇപ്പൊ കഴിച്ചത്? ചിക്കൻ. എനിക്കെന്താ എടുത്തടേ അതെ, ഇതാണ് മാമന്റെ ഭാര്യ. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് വെറൈറ്റി പിടിച്ചതുകൊണ്ടാണത് തോന്നുന്നു. വെറൈറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടില്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളാണ്. എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നല്ലോ അന്നേരം. അപ്പം ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. ഡ്രാഗൺ ചിക്കൻ എന്തോ അപ്പുറത്തെ സൈഡിൽ വന്നായിരുന്നു, അതെല്ലാവരും കുറച്ച് ടേസ്റ്റ് ചെയ്തു. അതാണ് ആ സൈഡിൽ നിന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ വന്നു. ഞങ്ങളുടെ ഫുഡ് വന്നില്ല. ഞാൻ പക്ഷേ പുട്ടാണ് ഓർഡർ ചെയ്തത്. കുറേ ദിവസം കൊണ്ട് വിരുന്നിന് പോയി പുറത്തുനിന്ന് കഴിച്ച് എനിക്ക് മതിയായി. അതുകൊണ്ട് ഞാൻ പുട്ടും ചിക്കനുമാണ് പറഞ്ഞത്. അപ്പം എന്നാലും എല്ലാവരുടെയും നിന്നും ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ നോക്കുവാണ്. ഞാൻ കുറച്ച് മൈൽഡ് ഫുഡ് മതി എന്ന് പറഞ്ഞു പുട്ട് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും വരാൻ ലേറ്റായി. ആ സമയം എല്ലാവരുടെയും ഫ്രൂട്ട് സലാഡൊക്കെ വന്നു. ഫ്രൂട്ട് സലാഡും ചോക്ലേറ്റ് ആഡും ഒക്കെ അവർ പറഞ്ഞായിരുന്നു. ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കാം.
എല്ലാവരും ലൈറ്റായിട്ടേ കഴിച്ചോളൂ. എന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെയാണ് എന്നും വിരുന്ന് ഓരോ ഫാമിലിയായിട്ട് തരും. എല്ലാവരും കൂടി തന്നെയാണ് പാരങ്ങളിൽ തന്നെയാണ് മിക്ക ദിവസം. പിന്നെ ബ്രൈറ്റിലൊക്കെ പോയായിരുന്നു. അപ്പം ആർക്കും ഒന്നും വേണ്ട, ശരിക്കും മടുത്ത്. അത് കഴിഞ്ഞ് സ്ഥിരമുള്ള പരിപാടിയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കുക. എന്താണ് വല്ലതും പറ. സെൽഫി എടുക്കാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും വാടാക്കി. ഇതാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാത്ത ഒരു, ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാത്ത ഒരാളിയെ. പക്ഷെ ഈ അളിയെ നോക്കൂ, എവിടെ ഫോട്ടോ അവിടെ ഉണ്ട്. ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ എല്ലാവരും എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു കൊടുക്കേഴി കൊണ്ടുവരണമല്ലോ. ആ സമയം കുട്ടികളൊക്കെ ബലൂൺസ് കിട്ടി. ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഫൺ ടൂറേൻ്റെ അവിടെ നിന്ന് ബലൂൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അവരുടേതായ ഒരു ലോകത്ത് ബലൂൺസൊക്കെ തട്ടിക്കളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. ആ സമയം അമ്മമാരും കുഞ്ഞമ്മമാരും അമ്മാമ്മമാരൊക്കെ ഇരുന്നു ലാസ്റ്റ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരെയും കൂടെ വിളിക്കാനായിട്ട് പലരും പല സൈഡിലോട്ട് പോയിരിക്കുകയാണ്. ആശേട്ടനും കുട്ടികളോടൊപ്പം കൂടിയിട്ട് ബോളൊക്കെ തട്ടി കളിക്കുക, സ്പോർട്സ് പരമായ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സൈഡിലോട്ട് പോയി. ഞങ്ങളിങ്ങനെ അപ്പോഴും കട്ട വെയിറ്റിംഗ് ആണ്. ഫോട്ടോസൊക്കെ ഞങ്ങളിങ്ങനെ ഞാൻ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും പല വഴിക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഓരോരുത്തരായിട്ട് പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാവരുമൊക്കെ എത്തി. അപ്പോൾ ഫോട്ടോ സെഷനാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ് ഫോട്ടോയിൽ പോലും ഇത്ര ആൾക്കാരെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്നല്ല, മോസ്റ്റ്ലി എല്ലാവരും ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ഒരു രസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ ഗെറ്റ് ടുഗദർ ആയി. ബട്ട് അതൊരു രസം ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈനലി അങ്ങനെ എല്ലാവരും എത്തി. ഒരാൾ മാത്രം മാറി നിന്ന് ഫോട്ടോസ് എടുത്തു. ആദ്യം മാമൻ എടുത്തു, പിന്നെ ആശേട്ടനാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു.